പ്രതിപക്ഷത്തിന്റെ ഉപനേതാവ് സ്ഥാനം CPM-ന് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ള പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ CPI-യും CPM-ഉം കൂടി നല്ല പൊരിഞ്ഞ അടിയായിപ്പോയി. കാരണം മുമ്പ് CPI-ന്ന് മാറിയിട്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് CPM-ലേക്ക് വന്നത്. അത് ഇപ്പോഴൊന്നുമല്ല നടന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി ആവണതിന് മുമ്പ് തന്നെ CPI-ന്ന് മാറിയിട്ട് CPM-ലേക്ക് വന്ന ഒരു ചരിത്രമുണ്ട്. അതിപ്പോഴൊന്നുമല്ല, 2000 കാലഘട്ടത്തിന് മുമ്പാണ്. അപ്പൊ എന്തായാലും CPI-ന് എന്തായാലും പ്രതിപക്ഷ നേതാവ് തഴഞ്ഞതുകൊണ്ട് നല്ല അടിയായിട്ടുണ്ട്. അങ്ങനെ ഒരു ന്യൂസാണ് ശരിക്കും മലയാള മനോരമയിൽ ഇപ്പോൾ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനം CPM-ന് തന്നെ പിണറായി തരില്ല, കട്ടായം. പദവിക്കും പക്വതയ്ക്കും നിരക്കാത്ത പ്രസ്താവനയെന്ന് ബിനോയ് വിശ്വം. പിണറായി വിജയൻ പറഞ്ഞ ഒരു ഡയലോഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉപനേതാവിനെ നിശ്ചയിച്ചു സ്പീക്കർക്ക് കത്ത് കൊടുക്കേണ്ടത് ഞാനാണ്, അത് കൊടുത്താൽ ഉപനേതാവ് വരും. മാധ്യമങ്ങൾ ബേജാറാവേണ്ട, കത്തിൽ CPM നേതാവിന്റെ പേരായിരിക്കും, ഒരു സംശയവുമില്ല, മാറ്റവും ഉണ്ടാകില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ ബിനോയ് വിശ്വം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഉഭയകക്ഷി ചർച്ച നടക്കുന്ന പ്രശ്നത്തിൽ ഏകപക്ഷീയമായി പിണറായി പ്രസ്താവന നടത്തിയത് അംഗീകരിക്കാനാവില്ല. സ്നേഹത്തോടെയും വിനയത്തോടെയും അങ്ങനെ പറയാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നു. അപ്പോഴും ബിനോയ് വിശ്വമിന് CPM നേതാവിന് പേടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണെങ്കിൽ എന്ത് തീരുമാനം എടുത്താലും അനുസരിച്ചേ പറ്റുള്ളൂ. കാരണം എന്ത് തീരുമാനം എടുക്കാനുള്ള ഒരു മന്ത്രി കസേര ഉണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ പ്രതിപക്ഷ നേതാവാ. അതുകൊണ്ട് ബാക്കിയുള്ളവർ പറയണം, കേൾക്കാൻ തന്നെ വേണം. വേറൊരു വൃത്തികെട്ട ഒരു ന്യൂസും കൂടിയുണ്ട്. ED കേസിൽ പിണറായി വിജയന്റെ കുറച്ച് ആൾക്കാർ എന്തായാലും ജയിലിൽ അറസ്റ്റിലായിട്ടുണ്ടല്ലോ. ഈ ജയിലിൽ അറസ്റ്റിലായവരും പോലീസുകാരും കൂടി ഇന്നലെ നല്ല രീതിയിൽ തന്നെ ഓണം ആഘോഷിച്ചു. അവരൊന്നും ജയിലിൽ കഴിയാണ്ട് ജയിലിന് വെളിയിൽ പോയിട്ട് ഓണത്തിന് വേണ്ട നീല ഷർട്ടും വെള്ള മുണ്ടും എല്ലാം വാങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് ജയിലിൽ തന്നെ ആഘോഷിച്ച ഫോട്ടോ ജന്മഭൂമി പേപ്പറിലാണ് ഫോട്ടോ സഹിതം കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ പേപ്പറിലും കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിനെതിരെ ആക്ഷൻ എടുക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും അവർ നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചു. കാരണം ED കേസ് വന്നിരിക്കുന്നത് വീണ വിജയന്റെ പേരിൽ. എന്നാൽ വീണ വിജയനെ അറസ്റ്റിലായിട്ടില്ല. അവരുടെ കൂട്ടത്തിലുള്ള CPM-കാരെ മൊത്തം അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. ഇവർക്ക് ജാമ്യം കിട്ടാത്തതുകൊണ്ട് അടക്കം തന്നെ CPM-ന്റെ ഉള്ളിൽ വലിയ അടി തന്നെ നടക്കുന്നുണ്ട്. ആ അടിയൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വേണച്ച ഇപ്പോൾ ഇവരെ കൊണ്ട് ഓണം ആഘോഷിപ്പിച്ചിട്ടുണ്ടാവുക, ഒരു ചോദ്യം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. മന്ത്രിമാരല്ലേ, ഇങ്ങനത്തെ കുരുട്ട് ബുദ്ധിയല്ലേ ഉണ്ടാവുള്ളൂ. എന്നാൽ പാവം അടിമകളാണെങ്കിലോ ഒന്നും അറിയൂല്ല. അവർക്കെന്തോ ജയിലിൽ പോകണം, ആഘോഷിക്കണമൊക്കെ വലിയ സംഭവമായിട്ട് കാണിക്കണം. സമൂഹത്തിൽ റെസ്പെക്ട് പറയണ ഇങ്ങനത്തെ വൃത്തികെട്ട ആൾക്കാർക്ക് എന്തായാലും ഉണ്ടാവില്ല. അത് മാത്രമല്ല, പിണറായി വിജയനെതിരെ അഞ്ജു ബോബി ജോർജ് എന്തായാലും തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, പഴയ നമ്മുടെ അത്ലറ്റ് ആയിട്ടുള്ള അഞ്ജു ബോബി ജോർജ്. കാരണം അന്നത്തെ കായിക മന്ത്രി പിണറായി സർക്കാരിന്റെ കാലത്ത് കായിക രംഗത്തിന് അവരുടെ വികസനത്തിന് വേണ്ടിയിട്ട് 5000 കോടിയാണ് ഫണ്ട് ചെയ്തിരിക്കണത് എന്നുള്ളത് അന്നത്തെ കായിക മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ 500 രൂപ പോലും കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പൊ അഞ്ജു ബോബി ജോർജ് പറയുന്നത്. പോരാത്തതിന് എന്തെങ്കിലും ഒരു മത്സരത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അത്ലറ്റ് പോകുമ്പോൾ അവർക്ക് വേണ്ടി ഫുഡും കൂടി സ്പോൺസർ എന്തായാലും ഇവിടുത്തെ മന്ത്രിസഭ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ന്യൂസും കൂടി എന്തായാലും മലയാള മനോരമയിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഫ്രണ്ട് പേജിൽ രാഹുൽ ഗാന്ധി ഇന്നലെ പൂനെയിൽ എന്തായാലും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളാണ് അധികാരി, നിങ്ങളാണ് മുന്നോട്ട് വരേണ്ടതെന്നുള്ള പ്രസ്താവനയൊക്കെ രാഹുൽ ഗാന്ധി ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട് പൂനെയിൽ. അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവായിട്ടും അദ്ദേഹം എല്ലാവരുമായിട്ട് സെപ്പറേറ്റ് സെൽഫി അടക്കം എടുത്തു. കാരണം അവർ അത്രയും വലിയ നേതാവായിട്ടടക്കം അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധി വരണം എന്നാണ് പേഴ്സണലി കുറെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ പേഴ്സണലി ഈ തീവ്രവാദത്തിന്റെ പ്രശ്നം ഉള്ളതും കൊണ്ട് ഈ കോൺഗ്രസ്സുകാരെ എപ്പോൾ ഭരിച്ചാലും തീവ്രവാദം ഇന്ത്യയിൽ നല്ല രീതിയിൽ നടക്കും. അത് BJP ഉള്ളതും കൊണ്ടാണ് അധികം നടക്കാണ്ടിരിക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ BJPന്റെ ഒരു നല്ലൊരു പോസിറ്റീവ്. പക്ഷെ കോൺഗ്രസ്സുകാർ അങ്ങനെയല്ല. താജ് ഹോട്ടലിലെ ഭീകരവാദികൾ കയറാൻ കാരണം, അവിടെ ഇത്രയും നാശനഷ്ടം ഉണ്ടാവാൻ കാരണം കോൺഗ്രസ്സുകാരാണ് എന്നുള്ളത് തന്നെയാണ്. അത് കോൺഗ്രസ്സുകാരുടെ വിട്ടുവീഴ്ച തന്നെയാണ്. പക്ഷെ BJP അന്ന് ഭരിച്ചിട്ടുണ്ടെങ്കിലോ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു ഗുണം BJP. ബാക്കി എന്തൊക്കെ മോശമാണെങ്കിലും. പിന്നെ അടുത്തൊരു മെയിൻ ന്യൂസ് ആണ്, ശബരിമലയിലെ വിമാനത്താവളം എന്തായാലും കണ്ടെത്തുന്നുള്ളത്. ഇന്നലെ മലയാള മനോരമയിലെ കോൺക്ലേവില് VD സതീശൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു ന്യൂസ് എന്തായാലും മനോരമയിൽ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. മനോരമ ന്യൂസ് കോൺക്ലേവ് VD സതീശൻ സ്ഥാപന പ്രസംഗം നടത്തുന്ന ഒരു ഫോട്ടോ ഒക്കെ എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ശബരിമലയിലെ കാടും കൂടി വെട്ടിത്തെളിക്കാൻ പോവായിരിക്കും. അല്ലാണ്ട് ഇപ്പം അവിടെ എയർപോർട്ട് വരുത്താൻ പറ്റില്ലല്ലോ. പോരാത്തിന് പത്തനംതിട്ട പൊതുവേ വെള്ളത്തിനടിയിലായിരിക്കും. എപ്പോഴും ആ എയർപോർട്ട് അടച്ചിടേണ്ടിയും വരേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അടുത്തൊരു ദീപികയിലുള്ള ഒരു ന്യൂസ് ആണ്, സമ്മതിച്ചു. അതായത് രാജസ്ഥാനിൽ 611 സ്കൂളുകൾക്ക് സ്വന്തമായിട്ട് കെട്ടിടമില്ലെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം രാജസ്ഥാനിൽ 611 സർക്കാർ സ്കൂളുകൾ സ്വന്തമായിട്ട് കെട്ടിടമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് കെട്ടിടമില്ല,
മരത്തിന്റെ ചോട്ടിലൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല ഉള്ള കെട്ടിടത്തിന്റെ മേലെ പൊളിഞ്ഞു വീഴണ രീതിയിലൊക്കെയാണ് രാജസ്ഥാനിൽ കുറെ ഉള്ളത് എന്നാണ് പറയുന്നത്. അവിടുത്തെ സെൻസസ് റിപ്പോർട്ട് എടുത്തപ്പോൾ 2025-26 വർഷത്തെ റിപ്പോർട്ടിലാണ് ജയ്പൂരിൽ മാത്രം 38 സ്കൂളുകളിലാണ് കെട്ടിടമില്ല എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ തലസ്ഥാനം രാജ്കോട്ടാണല്ലോ. പക്ഷെ രാജ്കോട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സിറ്റിയാണ്. പക്ഷെ അല്ലാത്തവിടെ ഏറ്റവും വലിയ പിച്ചക്കാരുള്ളതും രാജസ്ഥാനിലാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ 2047 സ്കൂൾ ശൗചാലയം ഇല്ല, 1047 സ്കൂളിൽ കുടിവെള്ള സൗകര്യം ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ രാജസ്ഥാനിൽ പൊതുവെ മഴ കുറവുള്ള ഒരു സ്റ്റേറ്റും കൂടിയാണ്. പക്ഷെ സ്കൂളിൽ കുടിവെള്ളം ഇല്ലാത്തത് അത് അവിടുത്തെ സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെയാണ്. അപ്പൊ ഇന്നലെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഫ്രണ്ട് പേജിൽ ദീപിലേക്ക് കൊടുത്തിട്ടുണ്ട് ആരോമ ചുണ്ടന് നെഹ്റു ട്രോഫി ഇന്നലെ കിട്ടി. ആദ്യമായിട്ടായിരിക്കും ആരോമ ചുണ്ടന് ശരിക്കും പറഞ്ഞാൽ നെഹ്റു ട്രോഫി കിട്ടുന്നത്. കാരണം ഇതിനു മുമ്പ് അവർക്ക് കിട്ടിയിട്ടില്ല. അവരുടെ കഞ്ഞി മത്സരമായിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ കഞ്ഞി മത്സരത്തിൽ തന്നെ അവർ ജയിച്ചു. അപ്പൊ അതിനൊരു വലിയ ഫോട്ടോ എന്തായാലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേയില് പാലക്കാട് ഡിവിഷൻ എന്തായാലും മംഗലാപുരം എടുത്തു മാറ്റിയതൊക്കെ നമ്മൾ ഇന്നലെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പാലക്കാടിന് നഷ്ടം 1100 കോടി എന്നുള്ള രീതിയിൽ എന്തായാലും ഒരു ന്യൂസ് പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് ഡിവിഷന്റെ ദിവസ വരുമാനം 2.5 കോടി രൂപയാത്ര. അതുകൊണ്ട് അതിനെതിരെ ഒരു വ്യാപക പ്രതിഷേധം എന്തായാലും നടന്നിട്ടുണ്ട്. കാരണം മംഗളൂരു മേഖല മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റുന്നതിനിടെ പാലക്കാട് റെയിൽവേ ഡിവിഷന് 1100 കോടി രൂപയുടെ വാർഷിക നഷ്ടം ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നത്. ശരിയാ, പാലക്കാടായിരുന്നു പണ്ട് ഏറ്റവും വലിയ ഡിവിഷനായിട്ടുണ്ടായിരുന്നത്. പാലക്കാട് നിന്ന് അത്യാവശ്യം സേലം ഡിവിഷൻ പോയി, അതിന്ന് കുറെ സ്ഥലങ്ങൾ എന്തായാലും പോയി. ഇപ്പൊ പാലക്കാട് തന്നെ വീണ്ടും മംഗളൂരുവിലേക്ക് കുറെ പോയി. ആ കൂടെ പാലക്കാട് നിന്ന് തിരുവനന്തപുരം വരെയുള്ള കുറച്ച് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ഡിവിഷൻ എന്ന് പറയാൻ. പിന്നെ അടുത്തൊരു ന്യൂസാണ് DYFIന്റെ സംസ്ഥാന ഭാരവാഹികളായിട്ട് സംസ്ഥാന പ്രസിഡന്റായിട്ട് ചിന്താ ജെറോമിനെ എന്തായാലും തെരഞ്ഞെടുത്തു എന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പോരാത്തതിന് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് M വിജയനെയും തെരഞ്ഞെടുത്തു എന്നുള്ള ഒരു ന്യൂസും കൊടുത്തിട്ടുണ്ട്. വേറൊരു ന്യൂസ് ഉണ്ട്, വിലക്കയറ്റം തടയാൻ സർക്കാരിന് കഴിഞ്ഞില്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ട്. എന്ത് വിലക്കയറ്റം അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ കൂടിയിട്ടുണ്ട്. സാധാരണ കടയിലാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വിലക്കയറ്റം ഉണ്ടായിട്ട്. അതിന് പകരം സപ്ലൈകോയില് അരിക്ക് 33 രൂപ, ജയ അരിക്ക് 28 രൂപ. എന്തിന്? വെളിച്ചെണ്ണയ്ക്ക് 230 രൂപയ്ക്കാണ് ഈ കോൺഗ്രസ് സർക്കാർ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് സപ്ലൈകോയിലൂടെ. എന്നാ CPMന്റെ കാലത്ത് ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല. വിലക്കയറ്റം എന്ന് പറഞ്ഞിട്ട് വിലക്കയറ്റം കൂട്ടിയിട്ട് തന്നെ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും വലിയ വിലക്കയറ്റത്തിൽ കേരളത്തിൽ എത്തിച്ച CPMന്റെ ഒരു ഭരണ പരിഷ്കാരം കാരണം തന്നെയാണ്. പിന്നെ ഓണായതും കൊണ്ട് എല്ലാ പേപ്പറിലും പരസ്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നിലാണെങ്കിൽ മൈജിയോ, ഒന്നില് ഓക്സിജോ, ഒന്നില് ഗോദ്രേജ്. മെയിൻ ന്യൂസ് എന്താ വെച്ചാൽ എല്ലാ പേപ്പറിലും ഫ്രണ്ട് പേജിൽ സിൽവർ സ്റ്റോമിൽ കേബിൾ കാർ എന്തായാലും ഇന്നൊക്കെ തുടക്കം കുറിക്കുകയാണ്. ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി എന്തായാലും VD സതീശൻ എന്തായാലും എത്തും. നിങ്ങൾക്ക് ഇനി കാട്ടിലൂടെ അത്യാവശ്യം സിൽവർ സ്റ്റോമില, ചാലക്കുടി, ആതിരപ്പള്ളി ഭാഗമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് എന്തായാലും കാണാൻ പറ്റും. അപ്പോൾ കാട്ടിലൂടെ കേബിൾ കാറിലൂടെ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക്. ആ കൂടെ ഉള്ളത് മലമ്പുഴയിലെ റോപ്പ് വേ ആണ്. കേബിൾ കാർ പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല, അതൊരു നല്ലൊരു അനുഭവമാണ്. കയറി ആസ്വദിക്കുമ്പോഴേ നിങ്ങൾക്കത് അറിയുള്ളൂ. സെക്രട്ടേറിയറ്റിൽ എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെ എപ്പോഴും സമരം ഉണ്ടാവാറുണ്ട്. അതിൽ എപ്പോഴും പോലീസുകാർക്ക് അടി കൊള്ളാറുണ്ട്. അക്രമികളെ പിടിക്കാൻ പോകുമ്പോൾ അടി കൊള്ളാറുണ്ട്. അവർക്ക് കുത്തുകൊള്ളാറുണ്ട്. അവരെ വേഗം ആശുപത്രിയിലേക്ക് മാറ്റാറുണ്ട്. അങ്ങനെ എപ്പോഴും പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലോ. അതിൽ വനിതാ പോലീസുകാർക്ക് പെട്ടെന്ന് അങ്ങനെ ഒന്നും ചെയ്യാനും പറ്റാറില്ല. അപ്പോൾ അതിനൊരു അറുതി വരുത്തിയും കൊണ്ട് ഇനിയിപ്പോൾ അക്രമികളെ പിടിക്കാൻ വേണ്ടിയിട്ടും ആരെങ്കിലും അവരുടെ എതിരെ കയ്യേറ്റം ചെയ്യാൻ വന്നാലും സർക്കാർ വക അവർക്ക് മുളക് സ്പ്രേ എന്തായാലും ആയുധമായിട്ട് കയ്യിൽ കൊടുക്കാൻ പോവുകയാണ്. അതായത് ചില്ലി മുളകിന്റെ സ്പ്രേ ആണ് കൊടുക്കുന്നത്. അക്രമികളെ വരുതിയിലാക്കാനും വനിതാ പോലീസിന്റെ സ്വയരക്ഷയ്ക്കുമായി മുളക് സ്പ്രേ വാങ്ങാൻ പോലീസ്. ചില്ലി സ്പ്രേ 750 ആദ്യം DGP ആഭ്യന്തര വകുപ്പിനോട് പറഞ്ഞിരിക്കുന്നത്, അതായത് രമേശ് ചെന്നിത്തലയോട്. എന്തായാലും അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ കയ്യിൽ എന്തായാലും ഈ മുളക് സ്പ്രേ എപ്പോഴും ഉണ്ടാവും. സാധാ നമ്മുടെ പെപ്പർ സ്പ്രേ ഒക്കെ കണ്ണെരിയലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല, സാധാ ഒരു എരിവിനെക്കാട്ടിലും 100 മടങ്ങ് എരിവ് കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചില്ലി സ്പ്രേ ഏൽക്കുന്നവരുടെ കണ്ണും മൂക്കും മുഖം എരിഞ്ഞ് പോകുകയും എന്നാണ് പറയുന്നത്. ചുമയും ശ്വാസമുട്ടലും ഉണ്ടാകും. ചെവി വേദന, കാഴ്ച തകരാറ് എന്നിവയ്ക്കും ഇതിന് സാധ്യത കൂടുതലാണ്. സ്പ്രേ ഉപയോഗിച്ചതിലൂടെ 26 പേര് മരിച്ചതായി അമേരിക്കൻ സിവിൽ ലബോറട്ടറി യൂണിറ്റിന്റെ റിപ്പോർട്ട് അടക്കമുണ്ട്. അപ്പൊ ഈ സ്പ്രേ അടിച്ചാൽ നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അടുത്തൊരു ന്യൂസ് എന്താ വെച്ചാൽ BJP നേതാക്കളോട് മോദി പറഞ്ഞിരിക്കണം, ജൻസിയെ നമ്മൾ ഇനി ഒപ്പം കൂട്ടണം, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം, അല്ലാണ്ട് നമ്മൾ വയസ്സന്മാർ മാത്രമേ ഇനിയിപ്പോൾ ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ഒരു
ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ TV-ക്ക് താഴ്ച വളരണം കൊണ്ട് DMKക്കൊന്നും ഒരു വിലയില്ലാത്ത ഒരു അവസ്ഥയായി. അതുമാത്രമല്ല NDA ആണെങ്കിൽ അവിടെ കാല് കുത്താനും പറ്റാത്ത ഒരു അവസ്ഥയിലാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് DMKക്ക് ഒപ്പം കൂട്ടാൻ NDA, അതായത് സ്റ്റാലിൻ മിക്കവാറും NDAക്ക് കൈ കൊടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ന്യൂസ് എന്തായാലും കൗമുദിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യം പത്രവാർത്തയിൽ മെയിൻ ന്യൂസുകളായിട്ടുള്ളത്. പിന്നെ ബാക്കിയെല്ലാം ഓണാഘോഷത്തിൻ്റെ പരിപാടികളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പത്രവാർത്താസിൽ വീണ്ടും നമുക്ക് നാളെ കാണാം. ക്യാമറമാൻ ശ്രീഷയ്ക്കൊപ്പം സുവിത്ത്.